രണ്ട് യാത്രക്കാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്, അനുശ്രീയും ഫൈസലും. അനുശ്രീ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? അനുശ്രീ കേൾക്കുന്നുണ്ടോ? അനുശ്രീ പറയൂ, എന്താണ് ട്രെയിൻ യാത്രയിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ട്, പറഞ്ഞോളൂ. നിൽക്കാനും കൂടെ പറ്റാത്ത അവസ്ഥയാ പരശുറാം എക്സ്പ്രസില്. പ്രത്യേകിച്ച് രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്നവരും ക്ലാസ്സിന് പോകുന്നവരൊക്കെ പരശുവിനെ തന്നെ ആശ്രയിച്ചിട്ടാണ് പോകുന്നത്. അപ്പോ ഞാൻ തന്നെ 2-3 തവണ തലകറങ്ങി വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, പല യാത്രക്കാർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു ട്രെയിനും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏകദേശം ആ രാവിലെ സമയത്ത് ഒരു ട്രെയിനൊക്കെ അനുവദിച്ചാൽ പലർക്കും അത് വലിയ ഉപകാരമായിട്ടുണ്ടാവും. താങ്ക് യു അനുശ്രീ. ഫൈസൽ PKC കൂടി. ഫൈസൽ, നിങ്ങളുടെ അനുഭവം എന്താണ്? ഇപ്പൊ നിലവിൽ നേരത്തെ ഷംസീർ പറഞ്ഞതുപോലെ അശാസ്ത്രീയമായ ടൈമിംഗ് ആണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. വൈകിട്ട് പരശുറാമിന്റെ കാര്യം തന്നെ എടുത്താൽ 1 മണിക്കൂർ ആണ് കോഴിക്കോട് സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ട് പിന്നെ വീണ്ടും യാത്ര തുടരുന്നത്. അത് കോഴിക്കോടിന്റെ പിന്നിൽ ഒരു ഷൊർണൂർ പിടിച്ചിടുകയാണെങ്കിൽ ഒരുപാട് യാത്രക്കാർക്ക് അത് വലിയ ഉപകാരമായിരിക്കും. അതിനുശേഷം വരുന്ന പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ഒരുപാട് പേർക്ക് ആ ടൈമിൽ ആ പരശുറാമിൽ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, കോഴിക്കോട് നിന്ന് 5:10 നേത്രാവതി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു ട്രെയിൻ ഉള്ളത് 1:15 വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് മാത്രമാണ്. അപ്പൊ ഈ നേത്രാവതിയിൽ വെറും 2 ജനറൽ കോച്ച് മാത്രമാണ് ഉള്ളത്. ഈ 2 ജനറൽ കോച്ചിൽ ആളുകൾ കയറാൻ നിർബന്ധിതാവുന്നതാണ്. ഈ 2 ജനറൽ കോച്ചിൽ 500ന്റെ മുകളിൽ ആൾക്കാരാണ് കോഴിക്കോട് നിന്ന് മാത്രം കയറുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവൂല. അപ്പൊ സ്ലീപ്പറിൽ ഇതുവരെ സാധാരണ സ്ലീപ്പറിൽ കയറിയിട്ട് TTക്ക് ബാക്കി ഫെയർ കൊടുത്ത് യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തായി സ്ലീപ്പറിൽ ഒരു ജനറൽ യാത്രക്കാരനെ പോലും പിന്നെ RPFും സ്ക്വാഡും കയറാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കാസർഗോഡിന്റെ അപ്പുറത്തേക്ക് പോയല്ലോ, കണ്ണൂരിന്റെ അപ്പുറത്തേക്ക് പോകുന്നവർക്ക് ഈ നേത്രാവതിയിൽ കയറൽ നിർബന്ധാവസ്ഥയാണ്. പിന്നെ 1:15 ഡെയിലി ട്രെയിൻ ഉള്ളത്. കണ്ണൂർ ഭാഗത്തേക്കാണ് പിന്നെ വെസ്റ്റ് കോസ്റ്റ് പിന്നെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണുള്ളത് 9:30 മണിക്ക്. ഈ വന്ദേ ഭാരത് വന്നതിന് ശേഷം ഈ 9:30 മണിക്ക് ഒരു ദിവസം പോലും കോഴിക്കോട് എത്തിയിട്ടില്ല. 10 മണി ശേഷം മാത്രമേ കോഴിക്കോട് എത്താറുള്ളൂ. അപ്പൊ ആ ടൈമിങ്, ആ ഗ്യാപ്പെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് കണ്ണൂരിന്റെ അപ്പുറത്ത് പോകുന്നവർക്ക്. കണ്ണൂർ വരെ കുറച്ചെങ്കിലും സമാധാനമുണ്ട്. ഇപ്പൊ ചെറിയൊരു ആശ്വാസ നിലയിൽ ഇപ്പൊ ഒരു പുതിയൊരു മെമോ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതും ആഴ്ചക്ക് 4 ദിവസമാണ്. ടെമ്പററി 1 മാസം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ആഴ്ചക്ക് 6 ദിവസമെങ്കിലും ആക്കി പിന്നെ തുടർന്നും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ നേത്രാവതിന്റെ പരശുറാമിന്റെ ഇടയിലുള്ള വലിയൊരു തിരക്ക് ഒഴിവാക്കാമായിരുന്നു. പിന്നെ നമുക്കൊരു ബാംഗ്ലൂർ ട്രെയിൻ കോഴിക്കോടേക്ക് നീട്ടി അനുവദിച്ചിരുന്ന വലിയൊരു ഉപകാരമായിരുന്നു കാരണം കോഴിക്കോട് നിന്ന് 1:45 പുറപ്പെടുന്ന ജനശതാബ്ദിക്ക് ഒരു കണക്ഷൻ ട്രെയിൻ ആയിട്ട് അത് കോഴിക്കോട് എത്തുമായിരുന്നു. ടൈം ഷെഡ്യൂൾ അടക്കം ഇട്ടതിന് ശേഷമാണ് പിന്നെ മംഗലാപുരം MP സമ്മർദ്ദപരമായി അത് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതും പിന്നെ എത്രയും പെട്ടെന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം യാത്രക്കാർക്ക് പിന്നെ ഉപകാരപ്പെടുമായിരുന്നു.